മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ പലതരം FM റേഡിയോകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം. അതിൽ ഏറിയ പങ്കും FM റേഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ICകൾ കൊണ്ടുള്ള FM റേഡിയോ ബോർഡുകളായിരിക്കും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ മാത്രം ആക്റ്റീവ് കമ്പോണൻ്റായി ഉപയോഗിക്കുന്ന FM റേഡിയോ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ മാത്രം ആക്റ്റീവ് കമ്പോണൻ്റായി വരുന്ന ഒരു സിമ്പിൾ FM റേഡിയോ റിസീവർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇൻസ്പിറേഷൻ തരുന്നത്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുണ്ടാക്കാൻ പോകുന്ന 1 ട്രാൻസിസ്റ്റർ FM റേഡിയോയുടെ സർക്യൂട്ട് ഡയഗ്രമാണിത്. നിങ്ങൾക്കിതിൽ കണ്ടാൽ തന്നെ അറിയാം, ആകെ ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ ഇതിൽ ആക്റ്റീവ് കമ്പോണൻ്റായി ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിനെ ഞാൻ ഈ PCBയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ PCBയുടെ ലേഔട്ട് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ PCBയുടെ ട്രാക്കിൽ ഞാൻ ലെഡ് കൊണ്ട് ടിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊറോഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത്. ഒരു തേർഡ് ഹാൻഡ് സപ്പോർട്ട് ടൂളിൽ ഉറപ്പിച്ച ശേഷം ഓരോരോ കമ്പോണൻ്റായി നമുക്ക് അസംബിൾ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, BF494 എന്ന RF NPN ട്രാൻസിസ്റ്ററാണ് ഇതിൽ ആക്റ്റീവ് കമ്പോണൻ്റായി ഉപയോഗിക്കുന്നത്. ഈ ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഇതുപോലെ ഈ റേഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണൻറ്റുകളും ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക.
ഇത്രയും കമ്പോണൻറ്റുകളാണ് ആദ്യം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി 3 കമ്പോണൻറ്റുകൾ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. RFC എന്നറിയപ്പെടുന്ന റേഡിയോ ഫ്രീക്വൻസി ചോക്ക്, CX എന്ന ആൻറ്റിന കപ്ലർ, പിന്നെ L1 എന്ന കോയിൽ. ആദ്യം L1 എന്ന കോയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായി 5 mm ഡയമീറ്ററിലുള്ള ഒരു സ്ക്രൂ നമുക്ക് ആവശ്യമുണ്ട്. ഈ L1 എന്ന കോയിലാണ് നമ്മളുടെ ഈ റേഡിയോയുടെ ഫ്രീക്വൻസി റേഞ്ച് തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ ഈ കോയിൽ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് FMൻ്റെ റേഞ്ചിന് ആവശ്യമായ രീതിയിലാണ്. 24 ഗേജുള്ള ഒരു കോപ്പർ വയർ എടുത്ത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്ക്രൂവിന് മുകളിൽ 4 ചുറ്റുകൾ ചുറ്റുക. വയർ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് എക്സസ് ആയിട്ടുള്ള ലെഗുകൾ നമുക്ക് മുറിച്ചു മാറ്റാം. ഒരു നൈഫ് ഉപയോഗിച്ചുകൊണ്ട് ഈ കോയിലിൻ്റെ 2 അറ്റത്തു നിന്നുള്ള ഇൻസുലേഷൻ റിമൂവ് ചെയ്യുക. ഇനി ഈ കോയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ സ്ക്രൂ തിരിച്ചു കൊടുത്താൽ വളരെ ഈസിയായി തന്നെ ഈ കോയിലിനെ ഈ സ്ക്രൂവിൽ നിന്നും നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. L1 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ കോയിലിനെ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി CX എന്നറിയപ്പെടുന്ന ആൻറ്റന കപ്ലർ ഉണ്ടാക്കുന്നതിനായി ഒരു വയറെടുക്കുക. അതിൻ്റെ ഇൻസുലേഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഹുക്കപ്പ് വയറിൻ്റെ കോർ വയർ ഇതുപോലെ ഒന്ന് 2ആയി മുറിച്ചെടുക്കുക. അതിൽ ഒരു വയർ ഈ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ്റെ ഉള്ളിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കടത്തി വയ്ക്കുക. ഇനി മറ്റേ വയറെടുത്ത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ പ്ലാസ്റ്റിക് വയറിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുക്കുക. ഇനി ചുറ്റിയെടുത്ത ഭാഗത്തേക്ക് വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലെ സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇൻസുലേഷൻ ഉരുവി ഈ 2 വയറുകൾ തമ്മിൽ ഷോർട്ട് ആകാൻ പാടില്ല. അത്രയ്ക്ക് സൂക്ഷിച്ച് വേണം നിങ്ങൾ സോൾഡർ ചെയ്യാൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ FM റേഡിയോയിലെ ആൻറ്റിന കപ്ലർ എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു കപ്പാസിറ്ററാണ്. ഇതിൻ്റെ വാല്യൂ 1 PF താഴെയാണ്. ഈ PCBയിൽ CS എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇതിനെ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്യുക. FM റേഡിയോയിലെ ഫ്രീക്വൻസി സ്റ്റേബിൾ ആകാനും സിഗ്നൽ ഓവർലോഡിംഗ് ഉണ്ടാകാതിരിക്കാനുമാണ് ഈ ആൻറ്റിന കപ്ലർ ഉപയോഗിക്കുന്നത്. $100 kΩ 2 വാട്ട്സ് റെസിസ്റ്റർ എടുത്ത് അതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ 30 ഗേജിൻ്റെ കോപ്പർ വയർ കൊണ്ട് ചുറ്റുക. കോപ്പർ വയറിൻ്റെ ഇൻസുലേഷൻ ചുരുണ്ടിക്കളഞ്ഞതിന് ശേഷം ഈ റെസിസ്റ്ററിൻ്റെ ഒരു ലെഗിൽ ചുറ്റിയെടുക്കുക. എന്നിട്ട് അവിടെ സോൾഡർ ചെയ്യുക. $60 മുതൽ 120 ടേൺസ് വരെയാണ് ഈ റെസിസ്റ്ററിന് മുകളിലൂടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുറ്റിയെടുക്കേണ്ടത്.
കോപ്പർ വയർ മുഴുവനായും ചുറ്റിയ ശേഷം അതിൻ്റെ അറ്റത്തു നിന്നുള്ള ഇൻസുലേഷൻ ചുരുണ്ടിക്കളഞ്ഞ് മറ്റേ പിന്നിലേക്കും സോൾഡർ ചെയ്യുക. RFC ചോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നേരത്തെ ഉണ്ടാക്കിയ FM റേഡിയോ ബോർഡിൽ അസംബിൾ ചെയ്യുക. ഇനി ആവശ്യമായിട്ടുള്ള മറ്റൊരു കമ്പോണൻ്റാണ് വേരിയബിൾ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഗ്യാങ് കപ്പാസിറ്റർ. എൻ്റെ കയ്യിൽ ഒരുപാട് ഗ്യാങ് കപ്പാസിറ്ററിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇതിൽ ഞാൻ FM റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാങ് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. അത് നേരെ ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ടെൻ കിലോ ഓംസിൻ്റെ ഒരു വേരിയബിൾ റെസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഒരു വോളിയം കൺട്രോളറാണ് 10K. ഇതും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാനലുകൾ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. അതിനെ ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇതിനെ റീജനറേഷൻ കൺട്രോളർ എന്നും പറയുന്നു. ഇനി ഈ ഗ്യാങ് കപ്പാസിറ്ററിലേക്കും വേരിയബിൾ റെസിസ്റ്ററിലേക്കും ആവശ്യമായ നോബുകൾ കണക്ട് ചെയ്യാം. ഈ നോബ് കണക്ട് ചെയ്യുന്നത് ഇൻ്റർഫിയറൻസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ നോബ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു വേരിയബിൾ കപ്പാസിറ്ററിൽ 4 ചെറിയ ട്രിമ്മർ കപ്പാസിറ്ററുകൾ കാണാം. അതിൽ FM റേഡിയോയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തുള്ള ട്രിമ്മർ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിൽ അകത്തി വയ്ക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് കുറയ്ക്കുക എന്നാണ് അർത്ഥം. ലോക്കൽ FM റേഡിയോ റേഞ്ചിന് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ റേഡിയോയിലേക്ക് ഓഡിയോ ഔട്ട്പുട്ട് കണക്ഷനും ആൻറ്റിന കണക്ഷനും ബാറ്ററി കണക്ഷനും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൊടുക്കുക. ഹൈ ഗെയിൻ ഓഡിയോ ആംപ്ലിഫയർ ആണ് ഞാനിപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഈ ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് ഒരു സ്പീക്കറിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു FM എക്സ്റ്റേണൽ ആൻറ്റിന ഇതിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ചാനലുകൾ നല്ല ക്ലിയറായി നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ FM റേഡിയോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ക്യൂബിക്കൽ കോഡ് ആൻറ്റിനയാണ്. ഈ ആൻറ്റിന ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 6 വോൾട്ടാണ് ഈ റേഡിയോയ്ക്ക് ആവശ്യമായ വോൾട്ടേജ്. അതിൽ കൂടുവാനോ കുറയുവാനോ പാടില്ല. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് സീരീസായി കണക്ട് ചെയ്തിട്ടുള്ള ഡ്യൂറാസെല്ലിൻ്റെ 4 1.5 വോൾട്ട് ബാറ്ററികളാണ്. എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആംപ്ലിഫയർ ഓണാക്കി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ട്യൂബ്ലൈറ്റിൽ നിന്നുള്ള നോയ്സാണ് ഇപ്പോൾ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നോയ്സ് കുറയ്ക്കുവാൻ വേണ്ടി ഇതിൻ്റെ വോളിയം കൺട്രോളർ അഡ്ജസ്റ്റ് ചെയ്യുക. വേരിയബിൾ കപ്പാസിറ്ററിൻ്റെ നോബ് സാവധാനം തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ സ്റ്റേഷനുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്.
രാമദാസ് എഴുതി അനുരാധ ശ്രീറാം പാടിയ മഞ്ഞ പ്രസാദത്തില ഇന്നത്തെ ഈ സിമ്പിൾ FM റേഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ വീഡിയോകളായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. മൈ കോൾ സൈൻ ഇസ് Victor Uniform number 3 India Zulu Delta. This is Mr. Tech Electronics YouTube channel signing out.